നമസ്കാരം, ഞാൻ നിമേഷ് താനൂർ, ആർട്ട് ഡയറക്ടറാണ്. പാപ്പൻ എന്ന സിനിമയുടെ ലൊക്കേഷൻ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പാപ്പൻ എന്ന സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് പ്രൊഡ്യൂസർ ഡേവിഡ് കാച്ചപ്പള്ളിയാണ്. അതിനു മുന്നേ പൊറിഞ്ചു മറിയം ജോസ് എന്ന സിനിമയിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് അഭിലാഷ് ജോഷിയാണ് എന്നെ വിളിച്ചത്. ഇങ്ങനെ ഒരു പടമുണ്ട്, വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ സമയത്ത് ഓൾറെഡി ഞാൻ 2 സിനിമയുടെ വർക്ക് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. മനോഹരവും അതേപോലെ ഉല്ലാസം എന്ന് പറഞ്ഞ 2 സിനിമയുടെ. അത് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് ഉള്ള കോള് ഡേവിഡ് ഏട്ടനും വിളിച്ചപ്പോൾ ഞാൻ എന്ത് തന്നെയാലും ശരി അത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ ഈ സിനിമയിലേക്ക് എൻട്രി ആയതാണ്. ജോഷ് സാറിൻ്റെ ഒരു പടം ചെയ്യുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞു, ആ സമയത്ത് എത്തി. സാറിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് റീഡിങ് കഴിഞ്ഞ ശേഷം പുള്ളി 1-2 സജഷൻസ് എൻ്റെ അടുത്ത് ചോദിച്ചു. പിന്നെ ഡിസ്കഷനിലേക്ക് കയറി. പുള്ളി പറഞ്ഞു, ഇനി സ്ക്രിപ്റ്റ് വായിച്ചല്ലോ, ഇനി ലൊക്കേഷൻ കണ്ട് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം സാറിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു പത്തനംതിട്ട, കോന്നി, അതേപോലെ കോന്നിയുടെ മുകളിലുള്ള ഹൈ റേഞ്ച്, പത്തനംതിട്ടയ്ക്ക് മുകളിലുള്ള ഹൈ റേഞ്ച് ഭാഗങ്ങളിലായിരുന്നു അതിൻ്റെ ലൊക്കേഷൻ കിട്ടുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ പുള്ളി സാറിൻ്റെ 1-2 സുഹൃത്തുക്കളെടുത്ത് സംസാരിക്കുകയും അതേപോലെ പ്രൊഡ്യൂസറിൻ്റെ ഡേവിഡ് കാച്ചപ്പള്ളിയുടെ 1-2 സുഹൃത്തുക്കളെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അവിടെ 1-2 ലൊക്കേഷൻസ് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പാപ്പൻ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് ഞാനും തനിയാണ് പുറപ്പെട്ടത്. അതിൻ്റെ കൂടെ പകുതിയിൽ നിന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ മുരുകൻ അവരും ജോയിൻ ചെയ്തു. നമ്മൾ ഈ പത്തനംതിട്ട ഭാഗത്ത് ഇതിന് പറ്റിയ ലൊക്കേഷൻ അന്വേഷിച്ചു. ഒരു പോസിറ്റീവായിട്ടൊരു സാധനം വരാതെ കണ്ടപ്പം ഞാൻ ആദ്യമായിട്ട് ജോഷി സാറിൻ്റെ പടം ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് സാർ ഇവിടെ ലൊക്കേഷൻ ഓക്കെ അല്ല എന്ന് പറയാനുള്ളൊരു ചെറിയൊരു ഭയവും. അതിൻ്റെ പുറകെ ഞാൻ മാക്സിമം ഒരു 2-3 ദിവസം അവിടെ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് കറങ്ങി. ഒന്നും റെഡി ആവുന്നില്ല. നമ്മൾക്ക് വേണ്ട കുറച്ച് ലൊക്കേഷനുകൾ എന്ന് പറഞ്ഞാൽ ഒരു 10-40 ലൊക്കേഷനുകൾ ആ സിനിമയ്ക്ക് ആവശ്യമുണ്ട്. അതിൽ വേണ്ട ഒരു ലൊക്കേഷനോ 1-2 ലൊക്കേഷൻ മാത്രമാണ് നമുക്ക് അവിടെ ആപ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം അത് വെച്ച് ആ സിനിമ മുഴുവൻ അവിടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറകിൽ ഞാൻ നിൽക്കുകയും, പത്തനംതിട്ട ലൊക്കേഷൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇവിടെ എനിക്ക് പരിചയമുള്ള ഹൈ റേഞ്ച് മേഖലയിലുള്ള സ്ഥലങ്ങൾ കണ്ടുവെക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് സർക്കിളിൽ ഞാൻ ഫോൺ ചെയ്ത് പറയും. അങ്ങനെയാണ് ഈരാറ്റുപേട്ട, തൊടുപുഴ, പൂഞ്ഞാർ ഈ ഭാഗങ്ങളിൽ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഈരാറ്റുപേട്ട വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലൊക്കേഷൻ കാണുന്നത് ലൊക്കേഷൻ കണ്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചില പോസിറ്റീവ് സിംറ്റംസ് ഇങ്ങനെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ അടുത്ത് ഏകദേശം എത്തുമ്പോഴാണ് നമുക്കിവിടെ ഇതിനൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് തോന്നുക. അത് ഏത് ലൊക്കേഷൻ കാണൽ പരിചയം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം കണ്ടത് അതിലെ നായികയുടെ വിൻസിയുടെ ക്യാരക്ടർ ചെയ്യുന്ന ആ വീടാണ് നമുക്ക് ഓക്കെ ആയിട്ട് തോന്നിയ ആദ്യം ഫിക്സ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ. ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ സാറ് ഫിക്സ് ചെയ്തിട്ടില്ല. ജോഷി സാറ് പൊതുവേ ലൊക്കേഷൻ കാണാൻ വരാറില്ല. അത് പൊതുവെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ ലൊക്കേഷൻ കണ്ട് സാറിന് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നേരിട്ട് പോയി കാണിച്ചു കൊടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ സാർ ഓക്കെ എന്ന് പറയും. ബാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ നായികയുടെ വീട് സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ആ മലയോര മേഖലയിലുള്ള ഒരു വീടിൻ്റെ ഒരു സ്റ്റൈലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട് ആ വീടിന്. കുറച്ച് മഞ്ഞുള്ള സമയത്താണ് മഞ്ഞിറങ്ങി കിടക്കുന്ന ഒരു വീടാണ് അത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമൺ പോകുന്ന വഴിക്കുള്ള ഒരു പോക്കറ്റ് റോഡിലുള്ള ഒരു ചെറിയ വീടാണ്. ബൈ ചാൻസ് അത് കയറി റോഡ് വഴി തെറ്റി മാറി അങ്ങനെ പോയപ്പം കയറി കണ്ട ഒരു വീടാണ്. ഇതുവരെ ആ വീട് ഷൂട്ട് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ആ വീട് ഷൂട്ട് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും വേണ്ട ഒരു ലൊക്കേഷൻ ഇതിലെ നായകനായിട്ട് സുരേഷ് ഗോപി താമസിക്കുന്ന വീട്, പുള്ളിയുടെ വീടാണ് ഏറ്റവും കൂടുതൽ സീൻസ് ഉള്ളതും. അത് കണ്ടെത്തലും ആണ് ഏറ്റവും റിസ്ക് ആയിട്ട് എനിക്ക് ഒന്ന് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിൽ കുറച്ച് അബാൻഡൻഡ് ഹൗസും അങ്ങനെയുള്ള കുറച്ച് ഏരിയകളുണ്ട്. അപ്പം ഇതിൽ സുരേഷ് ഏട്ടൻ്റെ വീട് കിട്ടുന്നത് പാലയിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന റോഡ് സൈഡിൽ തന്നെയുള്ള ഇടതുവശത്തുള്ള ഒരു പഴയ ഒരു തറവാടാണ്, ഒരു ക്രിസ്ത്യൻ തറവാടാണ്. ആ വീട്ടിൽ പോയപ്പം അവർക്ക് ഒട്ടും താല്പര്യമില്ല. അവർ ഭയങ്കര ബിസിനസ്സുകാരാണ്. നിലമ്പൂർ തേക്കുംതോട്ടം മറ്റുമൊക്കെ ആയിട്ടുള്ള അവർ വേറൊരു ട്രാക്കിൽ ജീവിക്കുന്ന, സൈലൻ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് സിനിമയും കാര്യങ്ങളൊന്നും താല്പര്യമുള്ളതല്ല. നമ്മൾ ഫസ്റ്റ് കണ്ടു, പുള്ളി കാണാനൊക്കെ കാണിച്ചു തന്നു. പക്ഷേ പുള്ളിക്ക് ഷൂട്ടിനിട്ടും താല്പര്യമില്ല. പിന്നീടുണ്ടായിട്ടുള്ള
തമ്മിലിരുന്ന് സംസാരിച്ച് റെഡിയാക്കി. അങ്ങനെ ജോഷി സാറിൻ്റെ പടവും അതേപോലെ സുരേഷ് ഏട്ടൻ അഭിനയിക്കുന്നു, അങ്ങനെയൊക്കെ വന്നു. പുള്ളി ഓക്കെ പറഞ്ഞ് അങ്ങനെയാണ് ആ ലൊക്കേഷൻ നമുക്ക് ഫിക്സ് ആവുന്നത്. ആ ലൊക്കേഷൻ നമ്മൾ പെയിൻ്റ് അടിച്ച് കളർ മാറ്റുകയും അതേപോലെ ഇൻറ്റീരിയറിൽ പ്രോപ്പിങ്ങുമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് സാറ് ഡിമാൻഡ് ചെയ്തൊരു കാര്യമുണ്ട്. അതേപോലെ സ്ക്രിപ്റ്റിൽ പറയുന്നൊരു കാര്യം, പാപ്പൻ്റെ റൂം കുറച്ച് വ്യത്യസ്തമായിരിക്കണം എന്ന് പറഞ്ഞു. ആ റൂം ചെയ്തതും ഇതേപോലെ സാറ് വന്ന് കാണുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു നിമിഷങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം സാറ് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നതും അതേപോലെ മോശമാണ് മോശം എന്നും പറയും പുള്ളി. അങ്ങനെ ചില ഡയറക്ടേഴ്സ് മാത്രമേ അങ്ങനെ ഉള്ളൂ, ചിലത് തുറന്നു പറയുന്നത്. നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് അഭിപ്രായം പറയുന്ന ഡയറക്ടർമാരിൽ വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് സാറ്. പാപ്പൻ സിനിമയിൽ തുടക്ക സമയത്തുള്ള ആദ്യത്തെ കൊലപാതകം നടക്കുന്ന ഒരു സ്ഥലം ഒരു ഹൈ റേഞ്ചിലുള്ള റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു പുഴക്കരയിൽ ഒരു ബോഡി തൂങ്ങിക്കിടക്കണമെന്നുള്ളതായിരുന്നു ആ സ്ക്രിപ്റ്റിൽ ആവശ്യപ്പെട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം നമ്മൾ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഒരു സ്ഥലം കിട്ടൽ കുറച്ച് പ്രയാസമായിരുന്നു. അതിലായിരുന്നു ആദ്യം പത്തനംതിട്ട പോയതും ഈരാറ്റുപേട്ട പോയിട്ടും കിട്ടാതെ വന്നത്. അപ്പം എത്ര സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ടും അത് കിട്ടാതെ വന്നപ്പോൾ അതിനെ പെൻഡിങ്ങിൽ വെക്കുകയാണ് ചെയ്തത്. അവസാനം ഇത് മഹാഗണിത്തോട്ടം, പെരുമ്പാവൂരിനടുത്തുള്ള മഹാഗണിത്തോട്ടത്തിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അത് അവിടുത്തെ ഒരു ലൊക്കേഷൻ മാനേജറാണ് എനിക്ക് ആ ലൊക്കേഷൻ കാണിച്ചു തരുന്നതും. അതിൽ അതേപോലെ അവിടെ പെർമനൻ്റ് ആയിട്ടുള്ള കുറച്ച് ബോർഡുകളും മറ്റുമൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതേപോലെ ആ ബോഡി തൂക്കാൻ വേണ്ടിയിട്ട് ഒരു മരം ക്രോസ് ചെയ്ത് വെക്കുകയും അതേപോലെ ഫോറസ്റ്റിനകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പരിമിതികളുണ്ട്, സമയപരിമിതിയുണ്ട്. 6 മണിക്കുള്ളിൽ ഷൂട്ട് തീർക്കണം എന്നൊക്കെയുള്ള നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ആ പോർഷൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് പോലീസ് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഏരിയകളും IG-യുടെ ഓഫീസും SP-യുടെ ഓഫീസും അതേപോലെ ഇൻട്രോഗേഷൻ റൂമും 2 ഇൻട്രോഗേഷൻ റൂമുണ്ട്. അതെല്ലാം സെൻറ്റ് തോമസ് കോളേജ് തൊടുപുഴ കാഞ്ഞാറുള്ള കോളേജിനകത്താണ് സെറ്റ് ചെയ്തത്. അതേപോലെ അതിനകത്ത് കാണിക്കുന്ന ഒരു ലാബുണ്ട്. ആ ലാബും നമ്മൾ ആ കോളേജിനകത്ത് ഒരു വരാന്തയോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്താണ് നമ്മളത് സെറ്റ് ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ നായികയുടെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടർ ചന്തുനാഥാണ് ചെയ്യുന്നത്. ആ ചന്തുനാഥ് ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്, തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അയാളുടെ ഒരു പോർഷൻ നമ്മൾ ആദ്യം ലൊക്കേഷന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളും അന്വേഷിച്ചു, പല ഓഡിറ്റോറിയങ്ങൾ കണ്ടു. അതിൽ ഈ തിയേറ്റർ മാത്രമല്ല, പെർഫോം ചെയ്യുന്ന സ്റ്റേജ് മാത്രമല്ല, അതിനപ്പുറത്തൊരു ഗ്രീൻ റൂം വേണം. ഗ്രീൻ റൂം കൂടാണ്ട് അവിടെ ഒരു ഡാർക്ക് റൂം വേണം. ഈ ഡാർക്ക് റൂമിനകത്ത് ഒരാളെ കൊല ചെയ്യുന്ന ഒരു സീക്വൻസും ഉണ്ട്. അപ്പം ഇത്രയും സൗകര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലം കിട്ടാൻ ഭയങ്കര പ്രയാസമാണെന്ന് നമുക്കൊന്ന് തോന്നിയിട്ടുണ്ട്. അതിന് പറ്റിയൊരു ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തിയത് കാഞ്ഞിരപ്പള്ളിയുള്ള ഒരു ക്ലബ്ബാണ്. ആ ക്ലബ്ബ് വളരെ സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. ആ ക്ലബ്ബ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമയ്ക്ക് അത് വളരെ പ്രധാനപ്പെട്ടൊരു ലൊക്കേഷനാണ് ക്ലബ്ബ്. ആ ക്ലബിനെ നമ്മൾ ഒരു തിയേറ്റർ ആക്കി മാറ്റുകയാണ്, ഒരു പെർഫോം തിയേറ്റർ ആക്കിയിട്ട് മാറ്റിയെടുക്കുക ചെയ്തത്. പെർഫോം ഏരിയയിൽ മുകളിലൊരു ക്ലോക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ക്ലോക്ക് സെറ്റ് ചെയ്തു, എല്ലാം നമ്മളുടെ ഭാഗത്ത് നിന്ന് എല്ലാം ക്ലിയറായി, പണിയെല്ലാം കഴിഞ്ഞ് എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഒരു ലൈറ്റ് കെട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ, ഈ ക്ലോക്കിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് കെട്ടാമെന്ന് പറഞ്ഞിട്ട് ക്യാമറാമാനായിട്ട് സംസാരിച്ചിട്ട് അതൊന്ന് താഴ്ത്തി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും ഓക്കെ എന്ന് പറഞ്ഞു. ആ ക്ലോക്ക് അഴിച്ച് താഴ്ത്തി കൊടുത്തു. തിരിച്ച് കെട്ടിയപ്പം ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് മാറി. അതിനെ തിരിച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സാറ് ലൊക്കേഷനിലേക്ക് കയറി വരുന്നതും. സാറ് ആ സെറ്റപ്പൊക്കെ കണ്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും അസോസിയേറ്റിനെ വിളിച്ച് കാര്യവും പറഞ്ഞു. അപ്പോഴാണ് മൈക്കിലൂടെ എന്നെ വിളിക്കുന്നത്. എവിടെ എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നത്. ഞാൻ ചെന്ന് സാറിൻ്റെ അടുത്ത് പോയി പറയാൻ നിൽക്കുകയാണ്. ഒരു 5 മിനിറ്റ് സാർ വേണ്ടി വരും, ആ ക്ലോക്കൊന്ന് 5 മിനിറ്റ് എന്ന് പറയാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് സാറ് കൈ തന്നിട്ട് പറയുന്നത്, ഗംഭീരമായിട്ടുണ്ട് ഈ സെറ്റപ്പ്. എൻ്റെ ഈ ഇത്രയും വർഷത്തെ സിനിമ എക്സ്പീരിയൻസിൽ ഏറ്റവും നല്ലൊരു ആർട്ട് ഡയറക്ഷനാണ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത്. നീയൊക്കെ എവിടെയായിരുന്നു എന്ന് അവിടെ ചോദിക്കും. മൈക്കിലാണ് ശരിക്കും എന്നെ വിളിച്ച് പറയുന്നത്. അപ്പം ഇത്രയും ക്രൂവിൻ്റെ ഇടയിൽ നിന്ന് നമ്മളെ സാറ് വിളിച്ച ആ ഒരു പറയുന്നൊരു സാധനം വളരെ സന്തോഷമുള്ളൊരു സിറ്റുവേഷനാണത്. പാപ്പൻ സിനിമയിൽ നായകനോളം പ്രാധാന്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇരട്ടത്തല കത്തി. അപ്പം
സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ഇരട്ടത്തല കത്തി ഒരു വലിയൊരു സംഭവമാണ്. അപ്പം അകത്തേക്ക് കയറി അവിടുന്ന് രണ്ട് ഭാഗം വലത്തോട്ട് തിരിച്ചു വരുമ്പോൾ അത് മടങ്ങി വന്ന് ഒരു വെയിൻ കട്ടാവണം. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു ടാസ്ക്കാണ്. ഈ കത്തി നമ്മൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം കോസ്റ്റ് ഒരു 80,000 രൂപ ആയിട്ടുണ്ട് ആ ഒരു കത്തി നമ്മൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അത് ആ ഒരു കത്തിക്ക് വേണ്ടിയിട്ടുള്ള ചിലവല്ല, ഇതൊരു എക്സ്പെരിമെൻ്റ് ആണല്ലോ, നമ്മൾ ആ കത്തി എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളത്. ആ സിനിമയിൽ മൊത്തം പറയുന്നതും ഈ ഇരട്ടത്തല കത്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. 2 കത്തി അത് കാണിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനോട് അനുബന്ധിച്ച് വരുന്ന ഒരു സ്ഥലത്തും ഈ ഇരട്ടത്തല കത്തി വേണം. ആ ഇരട്ടത്തല കത്തി എങ്ങനെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് എവിടെ കിടക്കുന്നു എന്നുള്ളതാണ് ആ സിനിമ ടോട്ടലി ഉള്ള സ്റ്റോറി വൈസ് ഉണ്ടാവുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പൊളിഞ്ഞ് കിടക്കുന്ന അല്ലെങ്കിൽ ഫോറസ്റ്റിനകത്ത് കിടക്കുന്ന ഒരു അബാൻഡൻഡ് ഹൗസ് വേണം. അപ്പം അതിൻ്റെ ലൊക്കേഷൻ തേടിയിട്ട് ഒത്തിരി നമ്മൾ കറങ്ങിയിട്ടുണ്ട്. ഈ പത്തനംതിട്ടയും ആദ്യം അതായിരുന്നു നോക്കിയിട്ടുള്ളതെങ്കിലും പത്തനംതിട്ടയും അത് കിട്ടിയിട്ടില്ല. ഈരാറ്റുപേട്ട നമ്മൾ മറ്റുള്ള ലൊക്കേഷൻസൊക്കെ കിട്ടി, പക്ഷേ ഈ ഒരു ലൊക്കേഷൻ ഫൈനൽ ചെയ്തിട്ടില്ലായിരുന്നു. ഈ സ്ഥലം നമ്മൾ അന്വേഷിച്ച് നടന്നിട്ട് കുറേ കഴിഞ്ഞിട്ടും അത് എത്താതെ വരുന്ന സമയത്താണ് മുകളിലൊരു ക്രഷർ കണ്ടിട്ടാണ് നമ്മളത് അതിലേക്ക് പോകുന്നത്. അവിടെ പോയപ്പം ഈ ഒരു ബിൽഡിംഗ് കണ്ടപ്പോൾ നമുക്ക് ഇവിടെ അത് സെറ്റ് ചെയ്യാം. ഈ ഇരട്ടത്തല കത്തി ഒളിഞ്ഞു കിടക്കുന്ന സ്ഥലവും ഒരു മരത്തിൻ്റെ കുറ്റിക്കകത്താണ്. ആ മരത്തിൻ്റെ കുറ്റിയും നമ്മൾ അവിടെയാണ് ഫിക്സ് ചെയ്തത്. ഒറിജിനൽ മരം എടുത്തിട്ട് പകുതി പൊളിഞ്ഞൊരു മരം എടുത്തിട്ട് അതിനെ വലിയൊരു മരം ഉള്ളിൽ ഒരു ഫൈബർ കാസ്റ്റ് ചെയ്തിട്ട് വലിയൊരു മരം ആക്കി അതിനകത്തേക്കാണത് മരത്തിൻ്റെ കുറ്റി വീഴുന്നതും അതിൻ്റെ താഴത്തുനിന്ന് ഷോട്ട് ചെയ്യാനുള്ള രീതിയിലടക്കം നമ്മളത് ചെയ്തു വെച്ച സ്ഥലം. ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണിലേക്ക് പോകുന്ന സ്ഥലത്തുള്ള ഒരു പോക്കറ്റ് റോഡിനകത്താണ് ഈ ക്രഷറും പരിപാടിയുള്ളത്. അവിടെയാണ് ആ ലൊക്കേഷൻ ഫിക്സ് ചെയ്തത്. ആ ബിൽഡിങ്ങിനെ നമ്മളുടേതായിട്ടുള്ള രീതിയിലേക്ക് റീകൺസ്ട്രക്ട് ചെയ്യുകയും അതിൽ ജനലും വാതിലും അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനൊരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്തെടുത്തിട്ടുള്ളത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. സിനിമയിൽ അതേപോലെ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതാണ്, ഒരു കാറ് കത്തുന്ന ഒരു പോർഷൻ. ആ പോർഷൻ വിജനമായിട്ടുള്ളൊരു റോഡാണെങ്കിൽ നമുക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഷൂട്ട് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഒരു റോഡാവണം, പക്ഷേ ആ റോഡ് ബിസി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു പ്രയാസമുള്ളൊരു സംഭവമാണ്. പാലയിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്നൊരു റോഡിലാണ് അത് ഷൂട്ട് ചെയ്തത്. അത് ഒരു സർവീസ് റോഡാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബൈപ്പാസ് ആയിട്ടുള്ള ഒരു റോഡാണ്. അന്ന് ഞാൻ ലൊക്കേഷൻ കാണുമ്പം ആ റോഡ് ഭയങ്കര വിജനമായിട്ടുള്ളൊരു സമയമായിരുന്നു. പിന്നീട് നമ്മൾ ഷൂട്ടിലേക്ക് എത്തിയപ്പോഴാണ് ശബരിമല സീസൺ തുടങ്ങുന്നതും. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് ഭക്തർ മുഴുവൻ പോകുന്നത് ഈ റോഡിലാകുന്നതും. അപ്പം ഷൂട്ടിൻ്റെ സമയത്ത് നമുക്ക് ആ റോഡ് ഭയങ്കര ഒരു റിസ്കി ഏരിയ ആയിരുന്നു. കാരണം അത്രയും ആദ്യം ലൊക്കേഷൻ കാണുമ്പം ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റോളം എടുത്തൊരു വീഡിയോ ഉണ്ട്, 4-4.5 മിനിറ്റോളം എടുത്തൊരു വീഡിയോയിൽ 1-2 വാഹനങ്ങളാണ് അതിൽ പാസ് ചെയ്തത്. സാറ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ശബരിമല സീസൺ ആവുകയും അതൊരു സൺഡേ ആവുകയും ചെയ്തപ്പോൾ ഭയങ്കര തിരക്കായി. അത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര റിസ്ക് എടുക്കേണ്ടി വന്നു. ലാസ്റ്റ് അവിടെ റിയൽ പോലീസിനെ വിളിച്ചിട്ട് ഹെൽപ്പ് ആവശ്യപ്പെട്ടിട്ടാണ് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. ആ കാറ് കത്തുന്നൊരു സീക്വൻസ് റോഡിനോട് ചേർന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അത് റിയലായിട്ടൊരു കാറ് വാങ്ങിക്കുകയും അത് ബേൺ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ആദ്യം സ്ട്രൈക്ക് ചെയ്തൊരു സാധനം മുളന്തുരുത്തിക്ക് അടുത്തുള്ള ഒരു ചെറിയൊരു കുരിശാണ്. ആ കുരിശ് അവിടെ കണ്ടപ്പം പെർമിഷനൊന്നുമില്ല, ഫുൾ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ അതൊരു നല്ലൊരു ഇഷ്ടം തോന്നി. അപ്പം ഒരു റബ്ബർ കാട്ടിൻ്റെ ഇടയിലാണ് ആ കുരിശ് നിൽക്കുന്നത്. അതിൻ്റെ ഞാൻ മതിൽ ചാടി അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സാറിനെ കാണിച്ചപ്പോൾ സാറിനും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സ്ഥലം കൊള്ളാം, നമുക്ക് ആ കത്തി ഒളിപ്പിക്കുന്ന സ്ഥലം, രണ്ടാമത്തെ കത്തി ഒളിപ്പിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ആ മുക്കി എടുക്കുന്ന സ്ഥലം ഇവിടെ ചെയ്യാം എന്ന് പറഞ്ഞു. അതിൻ്റെ പുറകിൽ തോടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ചെറിയൊരു കനാലാണുള്ളത്, അങ്ങനെയാണ് അത് നമുക്കത് ചീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു സാർ. പക്ഷേ നമ്മൾ പെർമിഷന് വേണ്ടി ചോദിച്ചപ്പം ആ കുരിച്ച് ആ സ്ഥലവും ഷൂട്ടിന് കിട്ടില്ല എന്നുള്ളത് ഈ പള്ളി എന്തോ കേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ സാർ ഇത്രയും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ആയതുകൊണ്ട് എനിക്കും തന്നെ അങ്ങനത്തെ ഒരു സ്ഥലം വേണം എന്നുള്ളതായി.
ഞാൻ പാരലി മറ്റുള്ള എല്ലാ ലൊക്കേഷൻ കാണുന്നതിൻ്റെ കൂടെ തന്നെ ഇതിന് പറ്റിയൊരു സ്ഥലവും കൂടെ ഞാൻ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകുന്ന ഇടയിലുള്ള ഒരു റബ്ബർ എസ്റ്റേറ്റ് കാണുന്നതും ആ റബ്ബർ എസ്റ്റേറ്റിൻ്റെ അകത്ത് കയറി ഒരു ചെറിയൊരു സ്പേസ് അതേപോലെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം കാണുക. അവിടേക്ക് ഓടിച്ചെന്ന് ഒരു ആവേശം ഉണ്ട്. അത് അങ്ങനെ ഒരു സ്ഥലം കിട്ടിയപ്പോഴൊരു ആവേശം ആ സ്ഥലം കണ്ടപ്പോഴുണ്ടായി. ഓടിക്കേറിയും ഒരു പെർമിഷനോ കാര്യങ്ങളോ ഒന്നും നോക്കിയില്ല, നേരെ ഓടിക്കേറി അവിടെ ഇത് കണ്ടപ്പോൾ ഞാൻ അവിടെ ഒരു വീഡിയോ എടുത്തിട്ട് സാറിന് അപ്പം തന്നെ അയച്ചപ്പം സാറിന് ഇത് എന്താണെന്ന് ആദ്യം മനസ്സിലായിട്ടില്ല, എന്തിനാ വേണ്ടിയിട്ടാണെന്നുള്ളത്. പിന്നെ ഞാൻ ടൈപ്പ് ചെയ്ത് വിട്ടു ഇങ്ങനെ ഒരു സാധനം ആണെന്നുള്ളത്. അവിടെയാണ് നമ്മൾ ആ കുരിശ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ മുന്നേ കണ്ട മുളന്തുരുത്തി കണ്ട ആ കുരിശിൻ്റെ ഏകദേശം അതേപോലത്തെ ഒരു സ്ഥലം ലൊക്കേഷനായിട്ട് കിട്ടുകയും ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു പൊട്ടക്കിണറും അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് കഥാപരമായിട്ട് ഈ കത്തി മുങ്ങിയെടുക്കാനുള്ള ഒരു സാഹചര്യമുള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ടായി. അപ്പം ലൊക്കേഷൻ കാണുന്ന സമയത്ത് ആ കിണറിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യാൻ സമയത്ത് കിണർ വറ്റി ഡ്രൈ ആയി കിടക്കുകയായിരുന്നു. അപ്പം അതിലേക്ക് ടാങ്കറിൽ വെള്ളം അടിച്ചിട്ട് വെള്ളം നിറച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നായകനും വില്ലനുമായിട്ടുള്ള പാപ്പനും വില്ലനുമായിട്ടുള്ള ഏറ്റുമുട്ടുന്ന ആ ഒരു പള്ളി, ഒരു സെമിത്തേരി ഈരാറ്റുപേട്ടയിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോകുമ്പോൾ മേലുകാവ് ജംഗ്ഷനിൽ നിന്ന് മുകളിലേക്ക് കയറിയിട്ടുള്ള പള്ളിക്കുന്നം പള്ളി, അങ്ങനെ എന്തോ ആണ് ആ പള്ളിയുടെ പേര്. ആ പള്ളിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ ഏറ്റവും കൂടുതൽ ഏരിയ ഷൂട്ട് വരുന്ന ഒരു സ്ഥലം ആ പള്ളിയും പള്ളി കോമ്പൗണ്ടുമാണ്. അപ്പം ഈ സെമിത്തേരി പള്ളി കമ്മിറ്റിക്കാർക്ക് ഷൂട്ട് ചെയ്യാൻ തരാനും പ്രയാസമുണ്ട്. നമ്മളതുകൊണ്ട് അവരുടെ കാർ പാർക്കിങ്ങിൽ സെമിത്തേരി സെറ്റ് ചെയ്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ പള്ളി കണ്ടെത്തിയതിന് ശേഷം നമ്മളവിടെ സെറ്റ് ഇടുകയും ഫസ്റ്റ് ഷെഡ്യൂളിലാണ് ആ പള്ളിയുടെ ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് സെറ്റ് ഇടുകയും, പക്ഷേ പടം ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്തു, ഷെഡ്യൂളായി. അതിനുശേഷം ഒരു 6 മാസത്തിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങുന്നത്. അപ്പം പള്ളിയുടെ ഈ പറയുന്ന കാർ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മൾ ഈ സെമിത്തേരി മുഴുവൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം സെമിത്തേരിയും അതിൻ്റെ കോമ്പൗണ്ട് വാളൊക്കെ സെറ്റ് ചെയ്തത്. ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ പിന്നീടും ഒരു 6 മാസം കഴിഞ്ഞിട്ട് വന്ന് ഷൂട്ട് ചെയ്യുമ്പം ഈ അന്ന് ചെയ്ത മതിലെല്ലാം റിയലായിട്ടുള്ള മഴ കൊണ്ടിട്ട് ഡള്ളാവുകയും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ആ ഒരു സെറ്റ് മാറുകയും ചെയ്തിട്ടുണ്ട്. അതൊരു നമ്മൾ അറിയാതെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണത്. നമ്മൾ ചെറുപ്പത്തിൽ മുതൽ കണ്ട് വരുന്ന ഒരു സംവിധായകൻ്റെ കൂടെ, ഇത്രയും സീനിയർ ആയിട്ടുള്ളൊരു സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പം ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്.